നമസ്കാരം. ഓ ഓ ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 98 സർഗ 98 സർഗത്തിലെ 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. 11 തുടങ്ങി 18 വരെയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്യാം. ശ്ലോകം 11. കൃതകൃത്യാ മഹാഭാഗ വൈദേഹീ ജനകാത്മജ ഭർത്താരം സാഗരാന്തായ പൃഥിവ്യായാനുഗച്ഛതി. സാഗരാന്തയായ പൃഥിവിയുടെ അധിപനായ ഭർത്താവിനെ അനുഗമിക്കുന്ന വൈദേഹി വളരെ ഭാഗ്യവതി തന്നെ. ശ്ലോകം 12. സുശുഭചിത്രകൂടോസൗ ഗിരിരാജസമോ ഗിരിഃ യസ്മിൻ വസതി കാകുൽസ്ഥ കുബേര ഇവ നന്ദനേ. ഗിരിരാജനെ പോലുള്ള ചിത്രകൂട പർവ്വതവും സുശുഭൻ തന്നെ, വളരെ ശുഭമുള്ളത് തന്നെ. നന്ദനത്തിൽ കുബേരൻ എന്ന പോലെ അതിലാണല്ലോ കാകുൽസ്ഥൻ വസിക്കുന്നത്. ശ്ലോകം 13. കൃതകാര്യമിതം ദുർഗവനം വ്യാളനിഷേവിതം യദധാസ്തേ മഹാരാജോ രാമശസ്ത്രഭൃതാം വരഃ. വന്യമൃഗങ്ങൾ നിറഞ്ഞ ഈ ദുർഗമായ വനം ധന്യധന്യം തന്നെയാണ്. ശസ്ത്രമേന്തിയവരിൽ ശ്രേഷ്ഠനായ മഹാരാജാവ് ഇവിടെയാണല്ലോ വസിക്കുന്നത്. ശ്ലോകം 14. ഏവമുക്ത്വാ മഹാബാഹുർ ഭരതപുരുഷർഷഭഃ പദ്ഭ്യാമേവ മഹാതേജ പ്രവിവേശ മഹദ്വനം. ഇപ്രകാരം പറഞ്ഞ് മഹാബാഹുവായ തേജോമയനായ നരശ്രേഷ്ഠനായ ഭരതൻ മഹാവനത്തിലേക്ക് നടന്നു കയറി. ശ്ലോകം 15. സതാനി ദ്രുമജാലാനി ജാതാനി ഗിരിസാനുഷു പുഷ്പിതാഗ്രാണി മധ്യേന ജഗാമവദതാം വരഃ. സത്യവാനായ ആ ഭരതൻ ഗിരിസാനുക്കളിൽ വളർന്നു നിന്നിരുന്ന പൂത്തുലഞ്ഞ മരങ്ങൾക്കിടയിലൂടെ നടന്നു. ശ്ലോകം 16. സഗിരിക്ഷിത്രകൂടസ്യ സാലമാരുഹ്യ സത്വരം രാമാശ്രമഗതാസ്യാഗ്നേർദർശധ്വജമുച്ഛ്രിതം. ശ്ലോകം 16ൻ്റെ അർത്ഥം: ചിത്രകൂടത്തിൽ പൂത്തു നിൽക്കുന്ന ഒരു സാലവൃക്ഷത്തിനടുത്തെത്തിയപ്പോൾ രാമാശ്രമത്തിലെ അഗ്നിയിൽ നിന്നും പൊങ്ങുന്ന ധൂമം കണ്ടു. ശ്ലോകം 17. തം ദൃഷ്ട്വാ ഭരത ശ്രീമാൻ മുമോദസഹ ബാന്ധവഃ അത്ര രാമ ഇതി ജ്ഞാത്വാ ഗതപാരമിവാംഭസഃ. അത് കണ്ടപ്പോൾ ഭരതനും കൂട്ടുകാരും ആഹ്ലാദിച്ചു. ഇവിടെ രാമനുണ്ട് എന്നറിഞ്ഞിട്ട് കടൽ കടന്നതുപോലുള്ള ആഹ്ലാദം ഭരതന് ഉണ്ടായി. ശ്ലോകം 18. 98 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം.
സ ചിത്രകൂടേ തു ഗിരൗ നിശമ്യ രാമാശ്രമം പുണ്യജനോപപന്നം ഗുഹേന സാർദ്ധം ദുരിതോ ജഗാമ പുനർനിവേശ്യൈവ ചമും മഹാത്മാ. ശ്ലോകം 18 അർത്ഥം: ചിത്രകൂടത്തിൽ പുണ്യജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തുള്ള രാമാശ്രമം കണ്ടിട്ട് ആ മഹാത്മാവ് ഗുഹനോടുകൂടി വേഗത്തിൽ നടന്നു. സൈന്യത്തോട് അവിടെ തന്നെ നിൽക്കാൻ വീണ്ടും ആജ്ഞാപിച്ച ശേഷം തങ്ങളെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് ഭരതനും മഹാസൈന്യവുമെന്ന് ശ്രീരാമനും ലക്ഷ്മണനും ഇപ്പോൾ മനസ്സിലായി. ലക്ഷ്മണനോട് ശാന്തനായിരിക്കാൻ ശ്രീരാമൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ലക്ഷ്മണൻ്റെയും വൈദേഹിയുടെയുമൊക്കെ ആ ഒരു ഭാഗ്യത്തെപ്പറ്റി ഭരതൻ ശത്രുഘ്നനോട് പറയുകയാണ്. അവർ എത്ര ഭാഗ്യം ചെയ്തവരാണ് രാമനെ പിന്തുടരാൻ കഴിയുന്നതുകൊണ്ട്. എനിക്കാണെങ്കിൽ ദുഃഖം കൊണ്ട് തീരെ ശാന്തി കിട്ടുന്നില്ല. ഇനി ശ്രീരാമനെ കാണുന്നത് വരെ എനിക്കൊരു മനഃശാന്തിയും ഉണ്ടാവുകയില്ല എന്ന് ഭരതൻ പറയുന്നു. ശ്ലോകം 11 98 സർഗത്തിലെ കൃതകൃത്യാ മഹാഭാഗ വൈദേഹീ ജനകാത്മജ ഭർത്താരം സാഗരാന്തായ പൃഥിവ്യായാനുഗച്ഛതി. സാഗരാന്തയായ പൃഥിവിയുടെ അധിപനായ ഭർത്താവിനെ, അതായത് രാമനെ അനുഗമിക്കുന്ന വൈദേഹി ഭാഗ്യവതി തന്നെ. ശ്ലോകം 12 സുശുഭചിത്രകൂടോസൗ ഗിരിരാജസമോ ഗിരിഃ യസ്മിൻ വസതി കാകുൽസ്ഥ കുബേരൈവ നന്ദനേ. ഗിരിരാജനെ പോലുള്ള ചിത്രകൂടപർവ്വതവും സുശുഭൻ തന്നെ, വളരെ ശുഭൻ തന്നെ. നന്ദനത്തിൽ കുബേരൻ എന്ന പോലെ അതിലാണല്ലോ കാകുൽസ്ഥൻ വസിക്കുന്നത്. ശ്ലോകം 13 കൃതകാര്യമിദം ദുർഗവനം വ്യാളനിഷേവിതം യഥാസ്ഥേ മഹാരാജോ രാമ ശസ്ത്രഭൃതാംബരഃ. കൃതകാര്യമിദം ദുർഗവനം വ്യാളനിഷേവിതം യഥാസ്ഥേ മഹാരാജോ രാമശസ്ത്രഭൃതാംബരഃ. 13 ശ്ലോകത്തിൻ്റെ അർത്ഥം: വന്യമൃഗങ്ങൾ നിറഞ്ഞ ഈ ദുർഗമമായ വനം ധന്യധന്യമാണ്. ശസ്ത്രമേന്തിയവരിൽ ശ്രേഷ്ഠനായ മഹാരാജാവ് ഇവിടെയാണല്ലോ വസിക്കുന്നത്. ശ്ലോകം 14 ഏവമുക്ത്വാ മഹാബാഹുർഭരത പുരുഷർഷഭഃ പദ്ഭ്യാപ്യാമേവ മഹാതേജ പ്രവിവേശ മഹദ്വനം. ഇപ്രകാരം പറഞ്ഞ് മഹാബാഹുവായ തേജോമയനായ നരശ്രേഷ്ഠനായ ഭരതൻ മഹാവനത്തിലേക്ക് നടന്നു കയറി. ശ്ലോകം 15 സതാനി ദ്രുമജാലാനി ജാതാനി ഗിരിസാനുഷു പുഷ്പിതാഗ്രാണി മധ്യേന യഗാമവദതാംബരഃ. സത്യവാനായ ആ ഭരതൻ ഗിരിസാനുക്കളിൽ വളർന്നു നിന്നിരുന്ന പൂത്തുലഞ്ഞ മരങ്ങൾക്കിടയിലൂടെ നടന്നു. ശ്ലോകം 16 സ ഗിരേ ചിത്രകൂടസ്യ സാലമാരുഹ്യ സത്വരം രാമാശ്രമഗതസ്യഗ്നേർദദർശധ്വജമുച്ഛ്രിതം. ശ്ലോകം 16 അർത്ഥം: ചിത്രകൂടത്തിൽ പൂത്തു നിൽക്കുന്ന ഒരു സാലവൃക്ഷത്തിനടുത്തെത്തിയപ്പോൾ രാമാശ്രമത്തിലെ അഗ്നിയിൽ നിന്നും പൊങ്ങുന്ന ധൂമം കണ്ടു, പുക കണ്ടു. ശ്ലോകം 17 തം ദൃഷ്ട്വാ ഭരത ശ്രീമാൻ മുമോദ സഹബാന്ധവഃ അത്ര രാമ ഇതി ജ്ഞാത്വാ ഗതപാരമിവാംഭസഃ. അത് കണ്ടപ്പോൾ ഭരതനും കൂട്ടുകാരും ആഹ്ലാദിച്ചു. ഇവിടെ രാമനുണ്ട് എന്ന് മനസ്സിലായി. കടൽ കടന്നതുപോലുള്ള ആഹ്ലാദം അവർക്കുണ്ടായി. 98 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം.
സചിത്രകൂടേതു ഗുരൗ നിശമ്യ രാമാശ്രമം പുണ്യജനോപപന്നം ഗുഹേന സാർത്ഥം ത്വരിതോ ജഗാമ പുനർനിവേശ്യൈവ ചമും മഹാത്മാ. 18ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ചിത്രകൂടത്തിൽ പുണ്യജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തുള്ള രാമാശ്രമം കണ്ടിട്ട് ആ മഹാത്മാവ് ഗുഹനോടുകൂടി വേഗത്തിൽ നടന്നു. സൈന്യത്തോട് അവിടെ തന്നെ നിൽക്കാൻ വീണ്ടും ആജ്ഞാപിച്ചു.